നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ 3 അതിഥികളാണല്ലോ. 3 പേർക്കും സ്വാഗതം. താങ്ക് യു. വീക്കം. ഞാൻ അടുത്ത് വീക്കം ഈ ധ്യാനം വല്ല വീക്കം ഉണ്ടെന്നാണ് ഞാൻ ഓർത്തത്. വീക്കം എന്ന് പറയുന്നത് ഈ വീക്കം ഇതിന്റെ ഉത്തരം ചേച്ചി പറയും. ഉത്തരം ചേച്ചി പറയും. അതെയോ? വീക്കം പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്താണ് പറയുന്നത്? ആക്ടർ എന്ന് മാറ്റി പ്രൊഡ്യൂസർ എന്ന വീകത്തെ കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത്, എനിക്ക് എല്ലാവരോടും പരിഭവമാണ്. ഞങ്ങളുടെ ഇത്രയും നല്ലൊരു പേരിനെ, അല്ലെങ്കിൽ ഈ വീകം എന്നുള്ള പേരിനെ നശിപ്പിച്ച് വീക്കം എന്നൊക്കെ ആക്കി. ഞാനിങ്ങനെ വീക്കമായിട്ട് ഞാനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം, വണ്ണം വെച്ചോണ്ടിരിക്കണം. ഈ പടത്തിന് ഞാൻ കറക്റ്റ്, ഞാൻ വേറൊരു പടത്തിന് വേണ്ടി വണ്ണം കൂട്ടിയത്. ഈ പടത്തിൽ കറക്റ്റ് ആണോ? എന്താ കഴിക്കണമെന്നറിയോ? അത് പറഞ്ഞിട്ടെന്തിനാ? എനിക്ക് തോന്നുന്നു എല്ലാം തിരിച്ചു കടിക്കാതെ എല്ലാം കഴിക്കും. ഓരോ പടത്തിനും ഓരോ ഗെറ്റപ്പ് വേണ്ടി കഷ്ടപ്പെടുന്ന ആളാണ് ധ്യാൻ. അതെ. അതായത് ഒരു പടത്തിന് വേണ്ടി 5 കിലോ കൂട്ടുന്നു, അടുത്ത പടത്തിന് വേണ്ടി 3 കിലോ കുറയ്ക്കുന്നു. അപ്പൊ ഇത് ഒത്തിരി കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ്. പടത്തിന് വേണ്ടി 5 കിലോ കൂട്ടുന്നു, പിന്നെ അടുത്ത പടത്തിന് വേണ്ടി 7 കിലോ കൂട്ടുന്നു, പിന്നെ 8 കിലോ കൂട്ടുന്നു, 10 കിലോ കൂട്ടുന്നു. കുറക്കുന്ന പടം ആയിട്ടില്ല ഇതുവരെ. അല്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല കുറയ്ക്കുന്ന പടം. എല്ലാ പടത്തിനും കുറച്ചും കൂടി തടി കൂട്ടാമോ ചോദിച്ചോണ്ടിരിക്കും. ആവശ്യം വന്നിട്ടില്ല. എന്നാൽ ഒരാവശ്യം വരുവാണ്. അടുത്ത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷീലു എബ്രഹാം എന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തില് വണ്ണം കുറയ്ക്കാൻ തയ്യാറാണ്. എന്താ ആടുജീവിതം 2 ആണോ? വെറുതെ എന്തിനാ? വെറുതെ അച്ഛനോട് ചോദിച്ച പോലെ ഇപ്പൊ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചൂടെ ഇനിയെങ്കിലും? അച്ഛൻ ചോദിച്ച ചോദ്യത്തിലേക്ക് പോവാല്ലേ? അതിലോട്ട് പോണ്ടിരിക്കുന്നു നമ്മള്. ഏതായാലും രസകരമാണ്. അല്ല, കഴിഞ്ഞ ദിവസം അച്ഛനൊരു കണ്ടപ്പോ ഇങ്ങനെ അച്ഛൻ പറയാണേ, ഞാൻ രോഗശയ്യയിലായിരുന്നു, ക്ഷമിക്കണം, രോഗിയായ ഞാൻ ശയ്യയിലായിരുന്നു. അതിനേക്കാൾ ഹിറ്റായത് ഇതാണ്. എന്റെ ക്യാപ്ഷൻ തന്നെ അറിയാമോ? ഞാൻ ചോദിച്ച് മേടിച്ചു എന്ന്. ഇനി എന്നോട് എന്താ പറയാനുള്ളത്? ഇനിയെങ്കിലും ഹൈദരെ നന്നായി ജീവിച്ചൂടെ? ശ്രീചേട്ടൻ കഴിഞ്ഞ ദിവസം. എന്തായാലും നമ്മൾ ഈ സിനിമയിലേക്ക് തിരിച്ചെത്തണം. വീകം നല്ലൊരു സിനിമ. ഈ സിനിമ എനിക്ക് കോവിഡ് സമയത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ ഞാൻ ലൊക്കേഷനിലൊക്കെ വന്നതാണ്. നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് തന്നെ ഈ പ്രൊഡ്യൂസർ തന്നെ അഭിനയിക്കുന്നു. നല്ലൊരു സിനിമ. കുറേ സിനിമകളുടെ ഭാഗമായ ഷീലുമാം തന്നെ ഈ സിനിമയിൽ പ്രൊഡ്യൂസിങ് ചെയ്യുന്നു. അതോടൊപ്പം നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു. എന്താണ് വീകം പറഞ്ഞു വെക്കുന്നത്? വീകം പറഞ്ഞു വയ്ക്കുന്ന മോതിരം ഇതിനകത്തൊരു ക്യാരക്ടറാണ്. വീകം മോതിരത്തിൻ്റെ പര്യായമാണല്ലോ വീകം. അപ്പോൾ അതിലൊരു ക്യാരക്ടറാണ് മോതിരം. അപ്പം അത് ഇദ്ദേഹവും ഒക്കെ ആയിട്ട് കണക്ട്, ധ്യാൻ, ഡയന, ഇവർ 3 ഫോറൻസിക് സർജന്മാരാണ്. അപ്പോൾ ഇവരെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു ട്രാക്കാണ് സിനിമ. എൻ്റെ ട്രാക്ക് ഒരു ഓഫീസറുടെ അന്വേഷണം, പോലീസ് ഓഫീസറുടെ അന്വേഷണം, ഇൻവെസ്റ്റിഗേഷനാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ദിനേശേട്ടൻ്റെയൊക്കെ ക്യാരക്ടർ വേറൊരു നാട്ടുമ്പുറത്തുകാരനാണ്. അദ്ദേഹം വേറൊരു ട്രാക്കിലൂടെ പോകുന്നു. എല്ലാം കൂടെ അവസാനം ഒന്നിച്ച് ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്ന ഒരു സിനിമയാണ്. സസ്പെൻസ് ആണ് ത്രൂ ഔട്ട്. അല്ലേ? എനിക്ക് തോന്നുന്നു ഈ സിനിമ ഞാൻ ഷൂട്ടിംഗ് സമയത്തൊക്കെ വന്നിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് കുറേ ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. നമുക്ക് അവർക്കൊക്കെ പല തിരക്കുകളായിട്ട് വരാതിരിക്കാം. ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. സംവിധാനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ 3ാമത്തെ ചിത്രമാണ്. ഇനിയും ചിത്രങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നു. സംവിധായകൻ എങ്ങനെയാണ് ഈ മേഡത്തിന്റെ അടുത്ത് വന്ന് കഥ ഒന്ന് പറഞ്ഞ് ഫലിപ്പിച്ചത് എങ്ങനെയാണ്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാഗറിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഭയങ്കര സിമ്പിളായിട്ടുള്ള, ഭയങ്കര ഹമ്പിളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹം അതേപോലെ തന്നെ കഥ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ധ്യാൻ അതിലേക്ക് കഥാപാത്രം ചെയ്യാനായിട്ട് ധ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിൽ ആസ് എ പ്രൊഡ്യൂസർ ഭയങ്കര ഇരട്ടി ഹാപ്പിയായി. നമുക്ക് പൈസ തിരിച്ചു കിട്ടണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൻ്റെ ബിസിനസ് നടത്താം എന്നുള്ളൊരു, നമ്മളെപ്പോഴും അത് ചിന്തിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പറഞ്ഞു വരുന്നത്, എനിക്ക് ബിസിനസ് ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് ശ്രദ്ധിക്കണം. പക്ഷെ ഒരിക്കലും അതിനടുത്ത് ഒരു കാരണം ഞാനും എടുത്തു പറയണം. നല്ല നല്ല ബാനറിന്റെ കൂടെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ബിസിനസ് നടക്കും. കാരണം ഇത് ഇപ്പൊ ഈ സിനിമ ബിസിനസ് ആയിരിക്കുന്നത് അബാം ഫിലിംസ് എന്നല്ല, അബാം മൂവീസ് എന്ന് പറഞ്ഞാൽ ബാനറിന്റെ കൂടെ നമ്മൾ അസോസിയേറ്റ്. അപ്പൊ ഇനിയുള്ള കാലത്ത് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനമാണ്. കാരണം നമ്മളും പ്രൊഡക്ഷനിലുണ്ട്. അപ്പോൾ ബാനറുകളുടെ കാലമാണ് ഇനി. ബിഗ് ബാനേഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ വലിയ ബാനർ. ഇപ്പം ഹിന്ദിയിലെ ബോളിവുഡിലൊക്കെ ഒരു സമയത്ത് ധർമ്മ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് സ്റ്റാർഡം, ഇതൊക്കെ സൂപ്പർ സ്റ്റാറുടെ ഒക്കെ നിൽക്കട്ടെ. പക്ഷെ നല്ല സിനിമകളും നല്ല ബാനറിന്റെ താഴെ വരുന്ന സിനിമകളും, അതിനാണ് ഇനി വാല്യൂ. തീർച്ചയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ചെറിയ ചെറിയ സിനിമകളും ആ ബാനർ വെച്ച് തന്നെയാണ്. ആർട്ടിസ്റ്റുകൾക്കൊന്നും പ്രാധാന്യം ബാനറിലേക്ക്. സെക്കൻഡറി പറയുന്ന സിനിമ പ്രൊഡക്ഷനിൽ ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം എത്ര സിനിമകൾ ചെയ്തു. അവർക്ക് ബിസിനസ്സിന് വലിയ പ്രശ്നം വരുന്നില്ല എന്ന് നമുക്ക് കണ്ണുടച്ച്. നമ്മൾക്ക് എനിക്ക് കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ അബാം മൂവീസിന്റെ ഒരു സിനിമ ചെയ്യുന്നത് അതൊരു നമുക്കൊരു കോൺഫിഡൻസ്. കാരണം ചേച്ചി പറഞ്ഞ പോലെ അവരത് സെല്ല് ചെയ്യും, അത് കറക്റ്റ് മാർക്കറ്റ് ചെയ്യും, അവർ തിയേറ്ററിലെത്തിക്കും. അപ്പോൾ നമ്മുടെ പകുതി ജോലി, അല്ലെങ്കിൽ പുതിയ പ്രൊഡ്യൂസറോട് വർക്ക് ചെയ്തതിനേക്കാളും നമ്മൾ വളരെ
റിലാക്സ്ഡ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും സിനിമ ചെയ്ത സിനിമ. നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ പ്രൊമോഷണൽ ഭാഗമായിട്ട് വരുമ്പോൾ ഒന്ന് വന്നാൽ മാത്രം മതി, പിന്നെ ബാക്കിയെല്ലാവരും കൊണ്ടുപോകും. നമ്മൾ കൂടെ നടന്നാലും ഇവരൊപ്പം. അത് കാരണം അവർ ഓൾറെഡി ഇത്രയും സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബാനർ ആയതുകൊണ്ട് നമുക്ക് ആ ടെൻഷൻ ഇല്ല. തീർച്ചയായിട്ടും നേരത്തെ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ബിസിനസ് മൈൻഡും നമുക്ക് പ്രൊഡ്യൂസർ ബിസിനസ് തീർച്ചയായിട്ടും അഭിനയവും ഉണ്ട് അതൊപ്പം തന്നെ. എങ്കിലും ഈ അഭിനയത്തിലേക്കാൾ ഇഷ്ടം പ്രൊഡക്ഷൻ ആണോ? ഇല്ല, ഇപ്പൊ ഞാൻ പ്രൊഡക്ഷൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. പണ്ടൊക്കെ ഞാൻ പ്രൊഡക്ഷൻ എൻജോയ് ചെയ്യുന്നില്ല, ഞാൻ പറയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് ഇൻട്രസ്റ്റഡ് ആയി, ഞാൻ അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകളും ഞാൻ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാനത് എടുത്തിട്ട് അത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ഇനി ഞാൻ അഭിനയിക്കുന്നില്ലെങ്കിലും പ്രൊഡക്ഷനിൽ ഉണ്ടാവും ഷീലു എബ്രഹാം എന്നൊരു പേര് എന്നാണ് തോന്നുന്നത്. ഉറപ്പിച്ചിട്ടുണ്ട്. യെസ്. ഇനി പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ. അതെ. പിന്നെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് ഞാനതെടുത്ത് ഇതിനകത്ത് കുറച്ചിട്ട് സ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി, അദ്ദേഹം എനിക്ക് തരുന്നൊരു സപ്പോർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഞാനല്ല അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നത്, അദ്ദേഹമാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന പൈസയിൽ നിന്നാണ് ഞാൻ സിനിമയിൽ എടുത്ത് സിനിമ പിടിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും വെറുതെ ആവരുത്, അത് തിരിച്ച പൈസ നമുക്ക് കൈ വരണം. കുത്തുവാള എടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ സാഹചര്യം ഉദിക്കുന്നേ ഇല്ല. അതെ. പിന്നെ സിനിമ പിടിച്ച് പെട്ടിക്കകത്ത് വയ്ക്കാനും അബാ മൂവീസ് തയ്യാറല്ല. അതുകൊണ്ട് നമ്മളത് തീർച്ചയായിട്ടും അബാ മൂവീസിന്റെ ഒരു സിനിമയും ഇതുവരെ അങ്ങനെ ഒരു എന്താ പറയുക സ്റ്റക്കായി പോവുകയോ അല്ലെങ്കിൽ കൃത്യസമയത്ത് റിലീസ് ആവാതിരിക്കുക അങ്ങനെ ഒന്നും. ഈവൻ കൊറോണ സമയത്ത് പോലും നമ്മുടെ സിനിമയായിരുന്നു ആദ്യം തിയേറ്ററിലെത്തിയ. തിയേറ്ററിൽ തുറക്കുമ്പോൾ സ്റ്റാർ എന്ന ചിത്രം. അപ്പോൾ അത് നമ്മൾ അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സത്യം, അതൊരു കലയെ സ്നേഹിക്കുമ്പോഴാണ് ഈ വാക്കുകൾ പറയാൻ പറ്റും. ബിസിനസ് മാത്രമല്ല, കലയോടുള്ള സ്നേഹവും കൂടെ വരുമ്പോൾ മാത്രമേ ഈ വാക്കുകൾ പറയാൻ കഴിയുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? സാഗറാണോ വിളിക്കുന്നത്, ആരാണ് വിളിക്കുന്നത്? ആദ്യം എന്നെ സാഗർ എന്നെ വിളിച്ചത്. കാരണം സാഗറിനോട് ഞാൻ ഓൾറെഡി ഒരു സിനിമ ചെയ്തിട്ടുണ്ട് മുന്നേ, സത്യം മാത്രമേ ബോധിപ്പിക്കും. സാഗർ നന്നായിട്ട് അറിയാം. പിന്നെ സത്യം മാത്രമേ സാഗർ പറയാറുള്ളൂ. സാഗർ ചിലപ്പോൾ കള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. എന്ത് ചെയ്ത സത്യം കള്ളെന്ന് നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പൊതുവേ സത്യം മാത്രമേ പറയാറുള്ളൂ. അതെ, ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. പൊറോട്ട കഥയൊക്കെ ഞാൻ ചോദിക്കേണ്ട ഒരു സത്യം പറഞ്ഞു. അതൊരു വേറൊരു കള്ളനോട് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും തിരിച്ചടിക്കുന്നല്ലേ, ഒരു കള്ളനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. എന്തായാലും സാഗർ വിളിക്കുന്നു, ഈ സിനിമയിലേക്ക് എത്തുന്നു, കഥ കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നുണ്ടാലും ഒരു സിനിമയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഒരു വലിയ രീതിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. അതുകൊണ്ടാണ് തിയേറ്ററിൽ തന്നെ ഇത് ഇറക്കാൻ തന്നെ തീരുമാനിച്ചത്. ഈ പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ ഇപ്പം ഷീലുമാൻ പറഞ്ഞ പോലെ പ്രൊഡക്ഷനിലേക്ക് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ഒരു മേഖലയാണ്. താങ്കളും പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ്. ഒരു ബിസിനസ് മുന്നിൽ കണ്ട് തന്നെയാണ് നമ്മൾ സിനിമയ്ക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഷീലുമാവിന്റെ വാക്കിൽ നിന്നും എന്താണ് മനസ്സിലേക്ക് പെട്ടെന്ന് കയറിയത്? ഒന്നുമില്ല, നമ്മൾ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അൾട്ടിമേറ്റ്ലി. കാരണം നമുക്കും അറിയത് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എനിക്ക് ചേച്ചി ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ചേച്ചി ആദ്യമായിട്ട് ചേച്ചിയുടെ സിംഗിൾ പേരിൽ, കാരണം പേര് വെച്ചിട്ട് ചെയ്യുന്ന സിനിമ, അപ്പോൾ അതിനോടൊപ്പം തന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ബാഗേജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം പ്ലസ് ചേച്ചി നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ അവിടുത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ഭക്ഷണത്തിൻ്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ക്യാമറ ഒരു എക്യുപ്മെൻ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഫസ്റ്റ് അൾട്ടിമേറ്റ് ചേച്ചിയുടെ അടുത്തായിരിക്കും കറങ്ങി തിരിഞ്ഞ് എത്തുന്നുണ്ടാവും. അപ്പോൾ അതിനോടൊപ്പം തന്നെ അഭിനയം കൂടെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിക്കലും, കാരണം ഞാൻ ഫസ്റ്റ് പ്രൊഡക്ഷൻ ലവ് ആക്ഷൻ ചെയ്ത സമയത്ത് ഡയറക്ഷനും പ്രൊഡക്ഷനും ഉണ്ടായിരുന്ന സമയത്ത് അജുവും ഞാനിത് നന്നായിട്ട് അനുഭവിച്ചതാണ്. ചെറിയ കാര്യങ്ങൾ പോലും, കാരണം നമ്മളിലോട്ടാണ് ഈ കറങ്ങി തിരിഞ്ഞ് ഇതൊക്കെ എത്തുന്നത്. അപ്പം നമ്മുടെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളൊരു മുൾമുനയിലുള്ളൊരു അവസ്ഥയുണ്ട്. പ്രൊഡക്ഷനും പ്ലസ് ഈ വേറൊരു ജോലിയും കൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾ അത് തന്നെ കറക്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾ അത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് കംഫർട്ടബിൾ. പക്ഷേ ഇത് രണ്ടും ചെയ്യുക എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ആണ്. അത് നമ്മൾ ചെയ്ത് ശീലിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതൊരു വലിയ ചലഞ്ചാണ്. കണ്ടു വളർന്നതാണ് ഷീലുമ. അതെ, ആയിക്കോട്ടെ. പക്ഷെ എന്നാൽ പോലും ഇതില് എളുപ്പമായെന്ന് എനിക്ക് തോന്നുന്നു. അതെ, കുറച്ച് എളുപ്പം. പക്ഷെ ഞാൻ പ്രൊഡക്ഷൻ്റെ ആ ഒരു സൈഡ് അധികം ഒന്നും നോക്കാതിരുന്ന ബിഗിനിങ് സമയമുണ്ടല്ലോ, അന്ന് പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ്. മൈസൂർ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഈ ഹെലിക്യാം ഉപയോഗിച്ചിട്ട് പിടിക്കുകയാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് കാറ്റുള്ള സമയമാണ്. ഈ സാധനം അങ്ങ് പൊങ്ങിപ്പോയി, ഇത് കാണാനില്ല. അവസാനം ഇത് കൺട്രോളിൽ നിന്ന് പോയി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്നിട്ട് പറയുന്നു സംഭവം താഴെ വീണ് മൊത്തം പോയി, ക്രാഷായി. അപ്പോൾ പിന്നെ പെട്ടെന്ന് അടുത്ത് വേണമെന്ന് പറഞ്ഞു. അവരുടെ ഈ ഭാഗ്യത്തിന് സ്റ്റെപ്പിന് ഒരു സാധനം ഉണ്ട്. കാരണം നമ്മൾ 2 ദിവസത്തെ ഷൂട്ടിന് ഈ എൻ്റയർ ക്രൂ മൈസൂർ പോയേക്കുവാണ്, വൃന്ദാവൻ ഗാർഡനിൽ. നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി 2 ദിവസത്തിന് വേണ്ടി പോയിട്ട് ഈ സാധനം അടുത്ത് പൊക്കി പറത്തി, ഈ സംഭവം വീണ്ടും താഴെ വീണു, വീണ്ടും പൊട്ടിപ്പോയി. അപ്പം അവിടെ ഉള്ളത് ഞാനാണേ. ഡയറക്ടർ വരുന്നു, ഷീലാമേ സംഭവം ഇത് താഴെ വീണു, അടുത്ത സാധനം നമുക്ക് വേണം. ഞാനപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യും? ഞാൻ ഹസ്ബൻഡിനെ വിളിക്കുവാണ്, അടുത്ത സാധനം വേണം. അപ്പം മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഇത്, എല്ലാവരും വെയിറ്റ് ചെയ്യും, സാധനം വേണം അവിടെ. അങ്ങനത്തെ ഷോട്ടാണ് എടുക്കുന്നത്.
അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇത് എന്നാന്നേ ഇത് സംഭവം എന്നാന്നേ ഇത് ഇങ്ങനെ താഴെയിട്ട് പൊട്ടിച്ചല്ലേ ഇത് എങ്ങനെയാന്ന് ഇത് ശരിയാവുക. പുള്ളി എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഇത് സംഭവം ഇല്ലാണ്ട് പറ്റത്തില്ല. അവസാനം മൂന്നാമത്തെ കൊണ്ടുവരുന്നു. മൂന്നാമത്തതും ദാണ്ട കിടക്കുന്നു. അപ്പം അവസാനം നമുക്കിത് അതൊരു ഭയങ്കര സ്ട്രെസ്സായിപ്പോയി എനിക്ക്. അപ്പോൾ ഇത് ഈ സാധനം ഇല്ലാണ്ട് പറ്റത്തില്ല. അവസാനം പിന്നെ അത് വേണ്ട, അത് വെച്ച് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. നാലാമതൊരു സംഭവം വരുന്നു. ഇത് എത്ര രൂപ പോയെന്നറിയോ? അങ്ങനെയാണ് ആ സിനിമയെ നഷ്ടമായിരുന്നു. അതുപോലെ വേറൊരു സംഭവം, ഐഫോണൊക്കെ അന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഐഫോൺ വെച്ചിട്ട് സെൽഫി എടുക്കുന്ന ഒരു സാധനം, ഈ കോലയിൽ ഹോൾഡറെ വെച്ചിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുക. സംഭവം താഴെ വീണ ഐഫോൺ പൊട്ടിപ്പോയി. അത് വേറൊരു അതിനകത്തുള്ളൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ആയിരുന്നു. അതും കംപ്ലൈൻറ്റ് എന്നിലേക്ക് വന്നു, ഐഫോൺ മേടിച്ചു കൊടുക്കണം. പുള്ളി കരയാൻ തുടങ്ങി. പുള്ളി കൊതിച്ച് വാങ്ങിയതാ, ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയതാ. അപ്പോൾ പുള്ളി അവസാനം എൻ്റെ അടുത്ത് നിന്നിട്ട് മാഡം ഞാൻ ഇത് കഷ്ടം എൻ്റെ മോതിരം പണയം വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്, എൻ്റെ ഫോൺ പൊട്ടിപ്പോയി. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരളലിയുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ മാല പണയം വെച്ചിട്ടാണെങ്കിലും ഞാനിവന് ഐഫോൺ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുഞ്ഞു കാര്യങ്ങളായിരിക്കും, കുഞ്ഞു കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് ഈ പറഞ്ഞ ഒരു 1000 വെച്ചിട്ട് ചിലപ്പോൾ 1000 രൂപയുടെ 10 കാര്യങ്ങളായിരിക്കും. 10,000 രൂപ ഇല്ലേ? പക്ഷെ അതിന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ. നമ്മൾ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ക്രൂ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിലേക്ക്. ഇവരിപ്പോൾ ക്യാമറ അടുത്ത് കൊണ്ടുവരുമോ, അടുത്ത ഹെലിക്യാം ഇവർ വാങ്ങുമോ, ഒരെണ്ണം താഴെ വീണു, 2 താഴെ വീണു, 3ാമത്തെയും താഴെ വീണു, എന്ത് ചെയ്യും? പക്ഷേ കുറ്റം വരുമ്പോൾ എന്ത് പറ്റും? പ്രൊഡ്യൂസർ അവരത് വാങ്ങിയില്ല. ശരിയാണോ? ഇത്രയും കഷ്ടപ്പാടുകളുള്ള സിനിമയാണ് ഒരു സിനിമ പോലും കാണാതെ വെറുതെ റിവ്യൂ എഴുതി കൊല്ലുന്നത്. എന്നിട്ടാണ് എന്നെ കുറ്റം പറയുന്നത്. സിനിമ പോലും കാണാതെ റിവ്യൂ എഴുതി കൊല്ലുന്നതാണ് ഞാൻ പറഞ്ഞത്. അതെ, അതുകൂടാതെ ഇതിന്റെ ഈ ടെൻഷനും കൂടാതെ അഭിനയിക്കുകയും ചെയ്തിട്ട് അതിന്റെ തെറി ബാക്കി എനിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. മൈൻഡിൽ ഇത് താഴെ വീണതിന്റെ ടെൻഷൻ വെച്ചുകൊണ്ടാണ് അഭിനയിക്കാൻ നിൽക്കുന്നത്. അതിന്റെ ടെൻഷൻ വേറെ, ഡയറക്ടറിന്റെ ഭാഗത്തുള്ളതാണ് വേറെ കേൾക്കാം. എല്ലാം ഒരു ഭാഗ്യപരീക്ഷണമാണ് ഇതെല്ലാം. ദിനേഷ് എത്ര ദിവസം എത്ര പ്രാവശ്യം കുളിക്കാറുണ്ട്? ഞാൻ ദിവസത്തിൽ 2 പ്രാവശ്യം. 2 പ്രാവശ്യം കുളിക്കാറുണ്ട്. വൈകിട്ടും രാവിലെയും രാവിലെയും വൈകിട്ടും. ദിനേഷ് ഈ സിനിമയിൽ എന്തോരം പ്രാവശ്യം കുളിച്ചു? അങ്ങനെ ഞാൻ പെട്ടെന്ന് ഈ സിനിമയിൽ തന്നെ സംവിധായകൻ കുറെ പ്രാവശ്യം കുളിപ്പിച്ചു. എനിക്ക് കുളിക്കാൻ തന്നെ നേരമുണ്ടായിരുന്നു. ഞാൻ സംവിധായകനോട് ചോദിച്ചത് ഒരു 3-4 മണിക്കൂർ എന്റെ കുളി തന്നെ ഷൂട്ട് ചെയ്ത്. ഞാൻ വല്ല സണ്ണി ലിയോന്റെ ഒക്കെ കുളിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആളുകൾ ഇത് കണ്ടോണ്ടിരിക്കും. ഇത് ഇവിടെ മൊത്തം എടുത്തോട്ടോ, ഇവിടെ എടുത്ത് എന്റെ കുളി എന്തിനാണ് ഇത്രയും സംവിധായകൻ ഷൂട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഇനി വന്ന വൈറൽ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണോ, എന്താണ് സംഭവം? എന്തായാലും അറിയാൻ പറ്റും ഉടനെ തന്നെ. ആ കുളി വൈറലാവുന്നുണ്ടോ അല്ലേ? ഞാൻ ചോദിച്ചപ്പോൾ തെറ്റിപ്പോയില്ല എത്ര പ്രാവശ്യം കുളിക്കുന്നത്. ഞാൻ ചിലപ്പോൾ 2 പ്രാവശ്യം കൂടുതലൊക്കെ കുളിക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനത്തെ വേഷമൊക്കെ ഇട്ടിട്ട് വന്നിരുന്നിട്ട് ചോദിച്ചാണോ കുളിക്കാതെ വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ. അല്ല, ഇതിലെ എബ്രാഹിം മാത്യു എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്യുന്ന നടക്കുന്നത്. പുള്ളി ഇതിന് അങ്ങനെ ലൊക്കേഷനിലൊന്നും വരുന്നില്ല ഇതൊന്നും കാണാൻ. പുള്ളി അപ്പോൾ ഇത് എന്തോ നീ ഈ ദിനേഷ് എന്താ നീ കുളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, ഇത് എന്താ എന്തോ ചോദ്യം പാടില്ലെന്ന് മനസ്സിലായി. കാണാൻ വന്ന ദിവസം കുളിക്കായിരുന്നു ചിലപ്പോ. അതെ, കുളിച്ചിട്ട് തീരുന്നില്ല. നല്ല തണുത്ത വെള്ളം. ഇനി സിനിമ കണ്ടിട്ട് ആ കുളി എന്തിനായിരുന്നു മനസ്സിലാക്കണേ. കുളി കാണാൻ തന്നെ ആളുകൾ അതതിന്റെ ഒരു വലിയൊരു ഒരു സസ്പെൻസ് പോയിന്റ് ആണത്. ഒരു ദിവസം രാത്രിയില് കുളിപ്പിച്ചിട്ട് രാത്രി നല്ല തണുപ്പത്ത് നല്ല തണുപ്പത്ത് തന്നെ ഒരു ദിവസം രാത്രി കുളി തുടങ്ങിയിട്ട് ഒരു 4 ആംഗിളിൽ നിന്ന് കുളി എടുത്തിട്ട് മതിയാവുന്നില്ല. വീണ്ടും കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ കുളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതെ, ജീവിതത്തിൽ 2 പ്രാവശ്യം കുളിക്കുന്നു പറഞ്ഞു. പക്ഷെ ഇതോടുകൂടി കുളി നിർത്തണമെന്ന് എനിക്ക് തോന്നുന്നു. അവസാനം പുള്ളി നനഞ്ഞ കോഴിയൊക്കെ ഇങ്ങനെ നിൽക്കണ പോലെ. ഇത് ഒരു വൈറൽ കണ്ടന്റ് ആവാൻ സാധ്യതയുണ്ട് എന്റെ കുളി മിക്കവാറും. വേറെ എന്തെങ്കിലുമൊക്കെ ടൈറ്റിലോട് കൂടിയിട്ട് അത് ഒരു അല്ല, കുളി നല്ല വൃത്തിയായാലും അങ്ങനെ. അത് ഏറ്റവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്ത തോർത്തൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായിരുന്നു. നല്ലൊരു സിനിമയുടെ ഭാഗമായിരുന്നു അത്. ഈ പറഞ്ഞ കോവിഡ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു മാനസികമായി സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ പടം വരുന്നത്. ഇങ്ങനെ പടങ്ങൾ ഇനി ഫുൾ സ്വിംഗിൽ തുടങ്ങുമോ നമുക്ക് അറിയില്ലായിരുന്നു. കോവിഡ് സമയത്ത് എല്ലാവരും സാനിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുളിച്ചു വൃത്തിയായി. അതെ, അപ്പോഴാണ് ഈ പടം വന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞ പോലെ ഒന്നിലും ഇടപെടാതിരിക്കുന്ന, ആകെ കൂടി ഇടപെടുന്ന ഫുഡിന്റെ കാര്യത്തിൽ മാത്രമാണോ
ഞാൻ ഇടപെടല്ലേ? അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ലൊക്കേഷനൊക്കെ അതുപോലത്തെ ലൊക്കേഷനൊക്കെ എനിക്ക് പറഞ്ഞ റെയിൽവേ കോളനി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ്. അപ്പൊ പിന്നെ അവിടെ ഫുഡെങ്കിലും മര്യാദയ്ക്ക് കഴിക്കണ്ടേ. ഫുഡിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചല്ല അല്ലേ? അത് വിട്ടുവീഴ്ചയില്ല. അതെന്തിനാ നമ്മള് ചെയ്യണം? അതെന്തിനു വിട്ടുവീഴ്ച ചെയ്യണം? ഈ നിങ്ങളൊരു ഫുഡ് കഥ, എനിക്ക് അറിയാവുന്ന ഫുഡ് കഥ, ഒരു ക്യാരവാനിൽ ഇരുന്ന് കഴിച്ച ഫുഡ് കഥ ഭയങ്കര കഥയല്ല. ഏതിന്റെ? ഒരു ഫുഡ് കഴിച്ച ക്യാരവാൻ റിവേഴ്സ് എടുക്കുകയൊക്കെ എന്താ ചെയ്തത്? എന്താണ് കഥ? എപ്പോ? എപ്പോഴായിരുന്നു? അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ കേട്ടോ. ഓ, മറ്റേ ക്യാരവാൻ മറിഞ്ഞ കഥയായിരിക്കും. മറിഞ്ഞ കഥയാണ്. അയ്യോ, അത് വലിയ ബിരിയാണി വെച്ചിട്ട് ഇറങ്ങാൻ പോലും സമയമില്ലാതെ. അതെ അതെ. അത് ഏത് പുനലൂരോ അവിടെ കണ്ടല്ലോ. എങ്ങനെയായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു? അല്ല, അത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കായിരുന്നു. റിലാക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവര് ഷിഫ്റ്റ് പറഞ്ഞു. ഷിഫ്റ്റ് പറഞ്ഞപ്പോ ഞാൻ സ്വാഭാവികമായിട്ടും കരവാൻ ഇറങ്ങി നമ്മുടെ കാറിലോട്ട് കയറി പോകണല്ലോ. കരവാനിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ട്രാവൽ ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും അടച്ചിട്ടിരിക്കുന്ന കാരവാനിൽ ട്രാവൽ ചെയ്യണ്ട എന്നൊക്കെ അജു ഇറങ്ങിപ്പോയി ആദ്യം തന്നെ. ഞാൻ നല്ലോണം ഭക്ഷണം കഴിച്ചിരുന്ന ഹരീഷ് ഉണ്ടായിരുന്നു. കാണാനും ഞാനും കൂടെ കടന്ന് പോവാ കാരവാനിൽ ഇങ്ങനെ. അപ്പൊ ഈ ബസ് കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പൊ ഞാൻ അജുനോട് പറഞ്ഞു, ഇതിനകത്ത് കടന്നു പോവാലോ. വേണ്ട, കാരവാനിൽ അങ്ങനെ ട്രാവൽ ചെയ്യണ്ട. ഓൾറെഡി ട്രാവൽ ചെയ്യാനുള്ള ഇതില്ല, അവന് വകുപ്പില്ല. അല്ല, അവര് മര്യാദയ്ക്ക് പറഞ്ഞു ഞങ്ങൾ റിവേഴ്സ് എടുക്കുകയാണ്, നിങ്ങൾ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അന്നേരം കാണാനും പറഞ്ഞ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതായിക്കോളാണ്. കുറച്ച് ദൂരം എന്നുവെച്ചാൽ ജസ്റ്റ് നനക്കതേ ഉള്ളൂ. കാരവൻ മറന്നു. ഒരു മതിലിന്റെ ഇതിനകത്ത് ഇങ്ങനെ ചായ നിൽക്കുക കാരവൻ. അപ്പൊ ഞാൻ നോക്കുമ്പോ കാണാൻ നിലത്ത് കിടക്കുക. ഓക്കെ, ഒരു സൈഡ് ടയർ ഇങ്ങനെ പൊന്തി കാരവൻ നിൽക്കുക, ഒരു മതിലിനോട് ചേർന്ന് നിൽക്കുക. ഇതിന്റെ താഴെ കൊക്ക പോലെ താഴെ ഒരു വീടാ. ഈ മതിലിടിച്ച് പൊളിഞ്ഞ് എപ്പോ വീടെന്ന് ചോദിച്ചാൽ മതി. ഞങ്ങൾ അപ്പൊ ഈ പറഞ്ഞ പയ്യൻ ഓടി വന്നിട്ട് കിളി പറഞ്ഞിട്ട്, അവൻ തമിഴൻ പയ്യനായിരുന്നു. അവൻ വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു. അപ്പൊ അവനാണ് വണ്ടി എടുത്തത്. അണ്ണാ ഭയപ്പെടാതെ ഭയപ്പെടാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കണാരൻ പേടിച്ച് അലറി വിളിക്കാം. പക്ഷെ അപ്പോഴും വായല് ചിക്കന്റെ കാലുണ്ടായിരുന്നതാണ് ഞാൻ അറിഞ്ഞത്. അതൊക്കെ അല്ല, കണാരൻ. ഇത് കഴിഞ്ഞ് വണ്ടി പോകുന്നു. ഇവൻ പറയുന്നത് JCB വിളിച്ചത് കൂപ്പിട്ടിരിക്കണാന്ന് പറയാം. ഈ JCB വിളിച്ചത് വരുന്ന ഇത് നിക്കാൻ പോകുന്നില്ല. കാരണം മറിയും. ലാസ്റ്റ് നമ്മള് സജി എന്റെ കൂടെ ഉള്ള സജി ഉണ്ട്. ഗ്ലാസ് പൊട്ടിച്ച് ആൾക്കാർ വന്ന് വലിച്ചൂരി എടുത്തു. അതിനുശേഷം പിന്നെ ക്യാരവാനിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്തിട്ടില്ല ഞാൻ ജീവിതത്തില്. ഓയ്യോ, ഈ ഭക്ഷണത്തോട് ഇത്ര പ്രിയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്തൊക്കെ കഴിക്കും? എന്തും കഴിക്കുന്നു? അതിനൊരു ടൈം ഉണ്ട്, രാവിലെ ഇത്ര സമയത്തിന്? അല്ല, അതൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കും. പക്ഷെ എല്ലാം കഴിക്കും, അങ്ങനെയാണ് സമയത്ത് കഴിക്കാറ്. ലൊക്കേഷനിൽ പോകുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഒരു മെയിൻ നമുക്ക് പറയാനുള്ള ഫുഡിന്റെ കാര്യമായിരിക്കും. അതത്രേ ഉള്ളൂ. രാവിലെ എന്ത് കഴിക്കുമ്പോൾ തന്നെ ഉച്ചക്ക് എന്ത് കഴിക്കണം എന്നുള്ള ചിന്തയും അതിനുള്ള പ്ലാനിങ് ആയിരിക്കും പൊതുവെ. പറഞ്ഞ ഷൂട്ടിംഗ് എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഓരോ സീൻ, ഓട്ടം ചാട്ടം അങ്ങനത്തെ ഒക്കെ എടുക്കുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് റിലാക്സ് ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ്. അപ്പൊ അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആയിരിക്കും പോകുന്നത്. ഞാനും ചേട്ടനും അങ്ങനെ തന്നെയാ. പിന്നെ അത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ വണ്ണം വയ്ക്കുന്നതും വർക്കൗട്ട് ഇല്ലാത്തതിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് ഒന്ന് കുറച്ചിട്ട് ഒന്ന് ചവിട്ടിയിട്ടൊന്ന് തിരിച്ചു വരണമെന്നുണ്ട്. കഥാപാത്രങ്ങൾ ഇങ്ങനെ കൂട്ടാൻ വേണ്ടി കഴിഞ്ഞ പടത്തിൽ വന്നപ്പോ എന്നോട് ഡയറക്ടർ പറഞ്ഞു തിരി തടി വേണം. എന്നോട് പറഞ്ഞു, ഞാൻ നദികളിൽ സുന്ദരി യമുന എന്നുള്ള സിനിമ അവൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു മിഥുനത്തിലെ ലാലേട്ടനെ പോലെ ഇരിക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോ ആവാം. വന്ന ദിവസം തൊട്ട് തിന്നാൻ തുടങ്ങിയതാ. ഇത് തടിച്ചിട്ടാ വന്നത്. കാരണം വീഗത്തിൽ ഇത്രയും തടിയില്ല. ചേച്ചി വന്നോണ്ട് എന്നോട് പറഞ്ഞു വണ്ണം വെച്ചത്. അവൻ വന്ന ദിവസം തൊട്ട് ചേട്ടാ എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞു കഴിച്ചോന്ന് പറഞ്ഞിട്ട് നന്നായി കഴിച്ചു. ഇത്രയും തടി വേണ്ടെന്ന് അവസാനമായപ്പോ അവൻ പറയുകയും ചെയ്തു. ഇത്രയും വേണ്ടിയിരുന്നില്ല. ഇവിടെ ഫുഡൊക്കെ ലൊക്കേഷൻ ഫുഡൊക്കെ എങ്ങനെയായിരുന്നു? നല്ലായിരുന്നു. അല്ല, ഇവരുടെ പ്രൊഡക്ഷൻ തന്നെ വേറെ ടൈപ്പ് ആകുമ്പോൾ ഫുഡിനൊക്കെ വലിയ ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അല്ല, പൊതുവെ സിനിമയിലുള്ള ഫുഡ് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. ഞാൻ രാത്രി കാലങ്ങളിൽ കഴിക്കാറല്ലെന്നേ ഉള്ളൂ സിനിമ എന്നുള്ള. അതുകൊണ്ടല്ല, രാത്രി ഞാൻ പൊതുവെ പുറത്തുനിന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. ഒരു നേരം അങ്ങനെ പുറത്തുനിന്ന് ആക്കും നമ്മളത്. പക്ഷെ ഉച്ചക്കുള്ള ഭക്ഷണവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും പ്രൊഡക്ഷന്റെ ഭക്ഷണം അത് ശീലം. പ്രൊഡ്യൂസർ എന്ന നിലയിലും ആക്ടിങ് എന്ന നിലയിലും ഷീലുമാമനുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഞാൻ കണ്ടത്
വ്യത്യാസം വെച്ചാൽ ഞാൻ ഈ സിനിമയിൽ സത്യം പറയുള്ളൂ, ചേച്ചി പോലീസ് യൂണിഫോം ഇട്ടതിന് ശേഷം പ്രൊഡ്യൂസറായിട്ടാണോ എന്നെ നോക്കുന്നത്, ഇതായിട്ടാണോ നോക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കട്ട കലിപ്പിലായിരുന്നു എന്നെ നോക്കിയിരുന്ന മൊത്തം. ഇവൻ എന്റെ സിനിമ നശിപ്പിക്കുന്നുള്ള നോട്ടമാണോ, ഇവനെ മാറ്റി വേറെ ആ നോട്ടമാണോ, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് എന്നെ നോക്കിയിരുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. പക്ഷെ ചേച്ചി അതിനുശേഷം ഞാൻ ചിരിച്ചു കണ്ടത് ഈ സിനിമയുടെ എനിക്കൊന്ന് അവസാന ദിവസമൊക്കെയാ വേറെ ഡ്രസ്സിൽ കണ്ടത്. ബാക്കിയെല്ലാം ഫുൾ ടൈം ചേച്ചി കോസ്റ്റ്യൂമിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും അതിന്റെ കാര്യം എന്താണെന്ന് പിടിയിട്ടിട്ടില്ല. ഇല്ല ഇപ്പൊ പിന്നെ ചേച്ചി ചിരിച്ച്, കാരണം ഈ ത്രൂ ഔട്ട് ചേച്ചി യൂണിഫോമിലാ, കാരണം വേറെ ഡ്രസ്സിലല്ലേ, വേറെ ഡ്രസ്സിലില്ല. ഈ ത്രൂ ഔട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ കോമ്പിനേഷൻ അല്ല വേറെ ഡ്രസ്സിലുണ്ട്, പക്ഷെ നമ്മളെ കോമ്പിനേഷൻസ് ഇല്ല. അപ്പൊ കോമ്പിനേഷനിൽ മൊത്തം ഞങ്ങളെ നോക്കുന്നതും അല്ലെങ്കിൽ ക്യാമറ കട്ട് ചെയ്താലും നോക്കുന്നതും ആ ഒറ്റ നോട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഷാർപ്പ് ഒരു നോട്ടം ഉണ്ടായിരുന്നു അത് ത്രൂ ഔട്ട്. ഈ ധ്യാന്റെ ഇന്റർവ്യൂ കണ്ടാണ് ശ്രീചേട്ടൻ വരെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആ സമയത്ത്. ധ്യാന്റെ ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ധ്യാൻ്റെ അച്ഛൻ്റെ ഫാനായിരുന്നു ആദ്യം. കാരണം ഞാൻ എൻ്റെ ആദ്യ സിനിമ പോലും അദ്ദേഹത്തിനൊപ്പം എന്നെ ബാലപാഠം പഠിപ്പിച്ച അദ്ദേഹമാണ്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കുമോ വെച്ചെന്ന് വരെ പറഞ്ഞു. കാരണം ഞാൻ ഈ ക്യാമറ ഔട്ട് പോവാം, ഞങ്ങൾ ഒന്നിച്ച് നടന്നു പോകുന്ന സീനിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കുന്നതിന് വരെ ഞാൻ മാറി ഔട്ട് പോവും. ഇങ്ങോട്ട് പോകും, ഇവിടെ നിൽക്കും, എന്തിനാ അങ്ങോട്ട് പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠിപ്പിച്ച ഓർമ്മ. അപ്പം ഞാനൊരു ഭയങ്കര ശ്രീനിയേട്ടൻ ഫാനാണ്. മറ്റേ ഉദയനാണ് താരമൊക്കെ എത്ര പെർഫോമൻസ് ആണ്. അപ്പം അങ്ങനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളോടുള്ള ഒരു ഇഷ്ടം എപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ധ്യാനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ധ്യാൻ തീരാന്ന് പറഞ്ഞ സിനിമയിലൂടെ ആണ് ആദ്യം വരുന്നത്. അന്നോട്ട് ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ അങ്ങോട്ട് സിനിമകൾ കാണാറുണ്ട്, വിനീതിൻ്റെ സിനിമകൾ കാണാറുണ്ട്, ധ്യാനെ ശ്രദ്ധിച്ചു തുടങ്ങി. പക്ഷേ ഇൻ്റർവ്യൂസ് കണ്ട് ഞാൻ ചിരിച്ച് പണ്ടാരടങ്ങി എന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇതെന്താണ് ഈ പറയുന്നത്, ഇത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഈ ഓപ്പണായിട്ട് സംസാരിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇന്നസെൻസ് ആണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം എനിക്ക് എപ്പോഴും ഉള്ളിൽ, അന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും അന്നുകൊണ്ട്. ഇപ്പം പിന്നെ പറയണ്ട, കട്ടഫാനായി. അഭിനയിച്ചോട് കഴിഞ്ഞപ്പം ഭയങ്കര പാവമാണ്. പിന്നെ ഭയങ്കര പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആണ്. ജാടയൊന്നും ഇല്ലാത്ത ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംബിൾ ഹ്യൂമൻ. അതാണ് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ്. അല്ല ഞാനിത് പൊക്കി പറയുന്നൊന്നും അല്ല, എനിക്ക് അങ്ങനെ ഫ്ലാറ്ററിംഗ് ഒന്നും അറിയത്തില്ല, ഞാൻ ഉള്ളത് പറഞ്ഞതാണ്. ധ്യാനെ സംബന്ധിച്ചിടത്തോളം ഇന്റർവ്യൂകൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കുക. അഭിനയ വേറെ റൂട്ടാണെങ്കിൽ ഇന്റർവ്യൂകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. പെട്ടെന്ന് ഒരു കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ഞങ്ങളെപ്പോലുള്ള ഒരു ധ്യാനാണ് വിളിക്കുന്നത്. ഒന്നൊരു ഇന്റർവ്യൂ വിളിക്കുന്നത് ചാടി പോയി. ഇനി അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ? എന്നെ അവസാനം ഒന്ന് വിറ്റല്ലോ നിങ്ങളുടെ വാർത്ത വായിക്കും അന്നല്ലേ? വാർത്തയൊക്കെ ഭയങ്കര ഹിറ്റായല്ലോ. ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഇന്റർവ്യൂസ് ഒക്കെ ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടോ? കാരണം വെച്ചാ ആൾക്കാർ ഇപ്പൊ സ്വരം നന്നാവും പാട്ട് നിർത്തുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അത് മിക്ക ഇന്റർവ്യൂസ് ഞാൻ ഉടലിന് കൊടുത്തിരുന്നതും ആ സമയത്തൊക്കെ കൊടുത്തിരുന്നൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ഇന്റർവ്യൂസ് ആണ്. അപ്പൊ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന്, ഞാനിത് ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്തതോ ഒന്നുമല്ല. അങ്ങനെ ചിന്ത നമ്മുടെ മനസ്സിലില്ല. അപ്പൊ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകുന്നു പറയുന്ന പോലെ കോൺഷ്യസ് ആയി തുടങ്ങും. എന്ത് പറയണം, ഇനി ഇവിടെ പറയാമോ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ ചേച്ചി ഇരിക്കുന്ന, ദിനേശ് ചേട്ടൻ ഇരിക്കുന്ന സീനിയേഴ്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഇവിടെ പോലും ഇപ്പൊ നമ്മൾ തമ്മിൽ പറയുന്ന ഓക്കെ അതെനിക്ക് പറയാം, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇവരെ മുന്നിൽ എനിക്കൊരു എന്തൊക്കെ പറഞ്ഞാലും ഒരു റെസ്പെക്ട് ഉണ്ട്. ഇവർ രണ്ടുപേരും, ദിനേശ് ചേട്ടനെ ഫസ്റ്റ് പടം തൊട്ട് കാണാൻ, ചേച്ചിനെ ആയിക്കോട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലെവൽ ഓഫ് ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മൾ ആ സീനിയേഴ്സിന് മുന്നിൽ നമ്മൾ പാലിക്കേണ്ട ഒരു സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും ഒരിക്കലും അനാവശ്യ കഥകളിൽ ഇതിൽ ഞാൻ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ഇതിൽ അത് മതി. പക്ഷെ ആൾക്കാര് എന്തൊരു ഇഷ്ടമാണെന്നറിയോ ഇന്റർവ്യൂസ്. ഞാൻ ഇപ്പം ഈ പ്രൊമോഷൻ ഇല്ലേന്ന് ചോദിച്ചിട്ട് എന്നെ എത്രയോ പേര് എന്നെ വിളിക്കുന്നതെന്നറിയോ. ഞങ്ങൾ മുംബൈയിലായിരുന്നല്ലോ, ധ്യാൻ്റെ കൂടെ ഇന്റർവ്യൂ ഇല്ലേ, എനിക്ക് കാണണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ. സിനിമ കാണണം എന്നല്ല പറയുന്നത്, ഇന്റർവ്യൂ കാണണം എന്നാ പറഞ്ഞത്. അല്ല, അത് പറഞ്ഞ ആൾക്കാർ നമ്മള് കുറച്ചധികം ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് അതങ്ങോട്ട് നിർത്തി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഞാൻ കൊടുത്ത ഇന്റർവ്യൂലൊന്നും ഇപ്പം വേറെ ഒന്നും തോന്നുന്നില്ലോ. പല കാര്യങ്ങളും ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, അത് പറഞ്ഞതാണല്ലോ. അതിന് നമ്മളിപ്പോ ഇനി ആലോചിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ കാര്യമില്ലാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മളിപ്പോ ആലോചിച്ച് കഴിഞ്ഞ പോയ കാര്യമല്ലേ, പ്രസന്റിൽ ജീവിക്കുന്ന ആളാ. എനിക്ക് ഒരു കാര്യം തന്നെ, കഴിഞ്ഞ ദിവസം വിനീത് ശ്രീനിവാസന്റെ ഇന്റർവ്യൂ എടുത്തു. ഞാൻ പറഞ്ഞൊരു കള്ളപ്പുറം ഞാൻ പൊളിച്ചോളാം. ആ കള്ളത്തരം ഞാൻ വിനീതിന്റെ മുന്നണി അസോസിയേഷനിൽ ഒരു ഇന്റർവ്യൂ എടുത്തു. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന് പൊറോട്ടയുടെ കഥ ചോദിച്ചു, അമ്മ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു കഥ ചോദിച്ചു.
ഒന്ന് പൈസയുടെ കഥ ചോദിച്ചു. പൈസ മേടിച്ചിട്ട് കൊടുക്കാത്ത കഥ അത് പറഞ്ഞു. പൊറോട്ടയുടെ കഥ സത്യകഥയാ. പിന്നെ വിനീത് പറയണ കള്ളം. കാരണം പുള്ളി അവിടെ ഇല്ലല്ലോ, പുള്ളി കഥ അറിഞ്ഞാൽ വിടാം. കാരണം അമ്മക്ക് ഭയങ്കര മറവിയുള്ള ആളാണ്. കാരണം ഞാൻ എന്തിനാണ് എൻ്റെ അച്ഛൻ ആശുപത്രി ഇരിക്കുമ്പോഴാണ് ഇത് സംസാരിച്ചിട്ടുള്ളത്. പൊറോട്ടയുടെ അത് സത്യമാണ്. പൊറോട്ടയുടെയും ഞാൻ പിസ്സയുടെ ഒരു കഥ പറഞ്ഞത്, അമ്മ പിസ്സ കഴിച്ചിരുന്നത്, അത് രണ്ടും സത്യമാണ്. കാരണം വീട്ടുകാരെ പറ്റിയിട്ട് ഞാൻ കഥ പറയുമ്പോൾ നമ്മൾ കള്ളം പറയാൻ പാടില്ലല്ലോ. ഒരിക്കലും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഇല്ല, അത് കറക്റ്റാ. പൊറോട്ടയുടെ അമ്മ പൊറോട്ട കഴിക്കണം എന്ന് പറഞ്ഞത് അത് അമ്മയുടെ സ്വഭാവം അറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ സ്ത്രീയാണ്, ഒരു ആഗ്രഹം പറഞ്ഞു അന്നത്തെ ദിവസം പൊറോട്ട കഴിക്കുകയും ചെയ്തു. പക്ഷെ അമ്മക്ക് ഇപ്പൊ ചോദിച്ചാൽ അമ്മക്കത് ഓർമ്മയില്ല ആ സംഭവം. അപ്പൊ ചേട്ടൻ പോയിട്ട് ചോദിച്ചു കാണും. അമ്മ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അമ്മന്റെ ഓവറല്ലേ, അതാണ് ഏറ്റവും കളത്തരെ പറയുള്ളൂ. അപ്പൊ എന്റെ മോനെ ഞാൻ അങ്ങനെ ചെയ്യുമോ മോനെ എന്ന് ഏട്ടനോട് ചോദിച്ചാണ്. അപ്പൊ ഏട്ടനാണെങ്കിൽ എല്ലാം വിശ്വസിക്കുകയും ചെയ്യും. അമ്മ കള്ളി നമ്പറാണ്. അയ്യോ അമ്മ കേക്കണ്ട. അല്ല അമ്മയോട് ഈ കഥകൾ ഞാൻ ചോദിച്ചാണ്. അമ്മ എപ്പോ പറയും ഓർമ്മയില്ലാതെ കഴിച്ചോ? പിന്നെ ഞാൻ ഇരിക്കും ആ മറ്റേ ഹോസ്പിറ്റലിലെ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം. കഴിച്ചു മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. ഇതിപ്പോ 3 കോണിലൂടെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഥകളെല്ലാം തന്നെ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കഥ പറയുമ്പോൾ ഞാൻ കൂട്ടി ഈ പുട്ടിന് പീരാന്നൊക്കെ പറഞ്ഞാൽ കൂട്ടിയാണ്. പക്ഷെ നുണക്കഥകളെ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഈ പൈസ മേടിച്ചാൽ ഏത് ചേട്ടനടുത്ത് പൈസ മേടിച്ചിട്ടില്ലേ? ആ വാങ്ങിച്ചു. അത് മേടിയിൽ നിർത്തിയത് എന്നാണ്? കല്യാണം കഴിഞ്ഞ പുള്ളി ഇല്ലല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു കൊച്ചുണ്ടായതിനു ശേഷം. തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അത് ഞാനോ? ഒരു പൈസ നീ തിരിച്ചു കൊടുക്കില്ല. എന്തിന്? എന്റെ ചേട്ടൻ എന്റെ അച്ഛൻ എന്റെ ചേട്ടൻ എന്റെ അമ്മ ഞാൻ വാങ്ങിക്കും കൊടുക്കാതിരിക്കും. അതൊക്കെയല്ല നിങ്ങൾക്ക്. എനിക്കെന്തൊരു കാര്യം അതല്ലേ. അതെ, ഇനിയെങ്കിലും നന്നായി ജീവിച്ചൂടെ? എന്നോട് ചോദിക്കുന്നതല്ലേ. അതെ, അതാണല്ലോ. ചേട്ടനും അനുജനുമായിട്ട് ഒരു സിനിമ ഉടനെ ഉണ്ടാവും? ചിലപ്പോ ഉണ്ടാവും, ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോ ഒരു സിനിമ ഉണ്ടാവാൻ. വിനീത് റെഡി ആയിട്ടിരിക്കണം. വിനീത് എന്നോട് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ചിലപ്പോ എന്നുള്ള വാക്ക് വിനീത് ശ്രീനിവാസ് പറഞ്ഞില്ല, ഉണ്ടാകും. അത്ര ഒരു നടപടിയിലേക്ക് പോകുന്നുണ്ട്. ഒരു കഥ ഇങ്ങനെ ആലോചനയുണ്ട്, ചിലപ്പോ ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവും. ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തായാലും ഉണ്ട്. ഇനിയുള്ള കഥ ഏതാണ്? പുതിയ കഥകൾ എഴുതി തുടങ്ങി അതോ ഡയറക്ഷനിലേക്ക് പുതിയത് പോകുന്നു ഞാൻ പറഞ്ഞു? അടുത്ത വർഷം അവസാനത്തോടു കൂടിയുള്ള ഡയറക്ഷനൊക്കെ കുറച്ച് അഭിനയിക്കാനുള്ള കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അഭിനയം കഴിഞ്ഞിട്ട് ശരീരം കുറയ്ക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ട്. അടുത്ത വർഷം ഒരു സിനിമയ്ക്ക് സമയം കിടക്കല്ലേ? സമയമുണ്ട്. ഈ ദിനേഷിന്റെ ഡ്രസ് രീതി കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഒന്നും തോന്നില്ല, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അയാൾ എന്ത് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. തൊപ്പി വെച്ചിരിക്കുന്നു അങ്ങനെ വെച്ചാൽ എന്റെ ഡ്രസ്സിംഗ് രീതിയാണ് എന്നെ പറ്റിയിട്ടാണ് ചോദിക്കേണ്ടത്. ഞാൻ എപ്പോഴും സിമ്പിൾ ആയിട്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൽ അഭിപ്രായം ചേരുന്നില്ല. അത് ഭയങ്കര എനിക്ക് ചേരുന്നുണ്ടോന്ന് വെച്ചാൽ എനിക്ക് അതിൽ അഭിപ്രായമില്ല. ചേരുന്നില്ല എന്ന് പറഞ്ഞില്ല, അഭിപ്രായമില്ല. കുഴപ്പമില്ല അല്ലേ? എനിക്ക് നോർമലി ജാക്കറ്റ് ഒന്നും ഇടുന്ന ഒരു ഇഷ്ടമല്ല. എനിക്ക് മുണ്ട് ഷർട്ടൊക്കെ ഇടുന്ന ഒരു ഇഷ്ടം. അല്ല, ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഒരാൾ മുണ്ടും ഒരാൾ ജാക്കറ്റുമായിട്ട് അങ്ങനെ കേട്ടല്ലോ അല്ലേ? എനിക്ക് ഇല്ലില്ല, ഒരു ഉത്തരവാദിത്വമല്ലേ. എന്തായാലും സൂപ്പർ സിനിമ. അതെ, തിയേറ്ററിൽ 9 തീയതി ഡിസംബർ 9 വരുന്നു. പിന്നെ തിയേറ്ററിൽ പോയി കാണുക. ഈ അബ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പ്രൊഡക്ഷൻ എല്ലാ ബിസിനസ്സും നടത്തിയിട്ടുണ്ടാകും. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. അതിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും. സിനിമയ്ക്ക് വേണ്ടതെല്ലാം ചേർത്ത് ഉണക്കിയ മാജിക് സിനിമയായിരിക്കും ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിവാദമായിട്ട് പറയല്ല, എന്നാലും ഇപ്പൊ പൊതുവെ നിരൂപണങ്ങളെ കുറിച്ചിട്ട് ഭയങ്കരമായ വിവാദങ്ങൾ നടക്കാനുള്ള. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റിവ്യൂസ് വരുന്നു. സിനിമ കാണുന്നുള്ളവർ പോയി കാണുക. റിവ്യൂസ് എന്ന് പറഞ്ഞാൽ കുറേ റിവ്യൂസ് കറക്റ്റ് ആയിരിക്കും, കുറേ റിവ്യൂസ് ചിലപ്പോൾ കറക്റ്റ് അല്ലായിരിക്കും. അപ്പോൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അവൻ്റെ മനസ്സിൽ നിന്നും കൂടി തോന്നി പോയിട്ട് സിനിമ കാണാം. തീർച്ചയായിട്ടും അങ്ങനെ സിനിമ കണ്ടാൽ നമുക്ക് സിനിമയെ വിജയിപ്പിക്കാൻ പറ്റും. അജു ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ചിരിക്കുന്നു. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. അതുകൊണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഇവരോട് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈയും തരുന്നവരായിരിക്കും. സിനിമ കണ്ടിട്ട് സിനിമയെ കുറിച്ച് എഴുതുക. എല്ലാ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇത്ര നേരം ഞങ്ങളോട് സഹായിച്ച 3 പേർക്കും വളരെ താങ്ക് യു.